ആനന്ദം ഈ വാക്ക് കേൾക്കുമ്പോൾ ശരിക്കും എന്താണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത്? ഒരു തമാശ കേട്ട് പൊട്ടിച്ചിരിക്കുന്നതോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതോ അല്ലേ? പലപ്പോഴും നമ്മൾ അതിനെ ഒരു താൽക്കാലിക വികാരമായിട്ടാണ് കാണുന്നത്. പക്ഷെ ആനന്ദം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണെങ്കിലോ? നമ്മുടെ എല്ലാം ഉള്ളിൽ തന്നെയുള്ള ഒരു കാലത്തും മറ്റാത്തൊരു ശക്തിയുടെ ഉറവിടമാണെങ്കിലോ? ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. ശരി, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈയൊരു ആശയം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു കഥയിൽ നിന്നു തന്നെ തുടങ്ങാം. അതും അവിശ്വസനീയമായ ഒരു യഥാർത്ഥ കഥ. സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത ദുരന്തങ്ങളെ മുഖാമുഖം നേരിട്ട ഈ പുസ്തകത്തിന്റെ രചയിതാവിന്റെ അച്ഛന്റെ കഥയാണിത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ജീവിതം ഒരു നാടകം പോലെയാണ്. ഈയൊരു വാചകം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എത്ര വ്യത്യസ്തമായിരുന്നുവെന്നും. നേട്ടങ്ങളും നഷ്ടങ്ങളും ഒരു നടനെ എങ്ങനെയാണോ ബാധിക്കാത്തത്, അതുപോലെ ജീവിതത്തെ സമീപിക്കാൻ കഴിഞ്ഞാൽ അത് നൽകുന്നൊരു ധൈര്യമുണ്ടല്ലോ അല്ലേ? അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഒന്നോ രണ്ടോ ദുരന്തങ്ങളല്ല. ഒന്നോർത്തു നോക്കൂ. ആദ്യം വംശഹത്യയിൽ തന്റെ 87 ബന്ധുക്കളെ നഷ്ടപ്പെടുന്നു. അതുകഴിഞ്ഞ് എത്രയോ കാലത്തെ കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പൊക്കിയ ആ ഫാർമസി അത് സർക്കാർ ഒരു കാരണവുമില്ലാതെ അടച്ചുപൂട്ടുന്നു. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം തിരികെ വരുമ്പോൾ എന്താ കാണുന്നത്? തന്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ എല്ലാം ആരോ കൊള്ളയടിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ. പക്ഷേ ആ നിമിഷം, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം, അദ്ദേഹം ദേഷ്യപ്പെട്ടില്ല, കരഞ്ഞില്ല. പകരം അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. സമ്പൂർണമായ തകർച്ചയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരാൾ ചിരിക്കുന്നു. ഇതാർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരാൾക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയും? എവിടുന്നാണ് ഈ ഒരു അവിശ്വസനീയമായ ശക്തി അദ്ദേഹത്തിന് കിട്ടിയത്? ആ ഉത്തരമാണ് നമ്മളിനി തിരയുന്നത്. അപ്പോൾ ഈ ശക്തിയുടെ ഉറവിടം മനസ്സിലാക്കണമെങ്കിൽ രചയിതാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ ആദ്യം അറിയണം. അതായത് ആനന്ദമെന്ന് പറയുന്നത് നമ്മളൊക്കെ സാധാരണ കരുതുന്ന സന്തോഷത്തിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ്. അതായത് സംഭവം ഇത്രയുള്ളൂ, സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും പുറത്തുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും, അല്ലേ? ഒരു പുതിയ ഫോൺ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. പക്ഷെ ആ സാഹചര്യം മാറിയാലോ ആ സന്തോഷവും പോകും. എന്നാൽ ആനന്ദം അങ്ങനെയല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതൊരു കാരണമാണ്, ഫലമല്ല. പുറത്തെന്ത് സംഭവിച്ചാലും അതിനെ അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഈ ആനന്ദം എന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ സ്നേഹത്തെയോ എല്ലാവരുമായുള്ള ഐക്യബോധത്തെയോ ഒന്നിനും തകർക്കാൻ കഴിയാത്ത നമ്മുടെ ഉള്ളിലെ ഒരവസ്ഥയാണ്. പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒരുതരം ഊർജ്ജമാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആനന്ദമെന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ഓൾറെഡി ഉള്ള ഒന്നാണ്. പുറത്തുള്ള സംഭവങ്ങൾ അതിനെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. പകരം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ആനന്ദത്തെ ഒന്ന് തട്ടിയുണർത്തുന്നു, അത്രമാത്രം. ശരി, അപ്പോൾ ഈ ശക്തി നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? നമ്മുടെ ഈ ഒരു ആന്തരിക നിധി എങ്ങനെ പ്രയോജനപ്പെടുത്താം? നമുക്ക് നോക്കാം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അല്ലേ? കാരണം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊരു ശക്തിയുണ്ടെന്നറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതെങ്ങനെ ഉപയോഗിക്കാമെന്നറിയണം. അടുത്ത ഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. ഇവിടെയാണ് ശരിക്ക് രസകരമായ ഒരു ആശയം വരുന്നത്. ഉൾക്കൊണ്ട ആനന്ദം, അഥവാ എൻകാപ്സുലേറ്റഡ് ജോയ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ച സന്തോഷം നിറഞ്ഞ ഓരോ നിമിഷവും അതൊന്നും വെറുതെ അങ്ങ് പോകുന്നില്ല. അതോരോന്നും ഒരു ചെറിയ ഊർജ്ജക്കറ്റ പോലെ, ഒരു ചാർജ് ചെയ്ത ബാറ്ററി പോലെ നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഊർജം എങ്ങനെ പുറത്തെടുക്കാം? വഴികൾ വളരെ ലളിതമാണ്. ഒന്നാമതായി, നിങ്ങളുടെ പഴയകാലത്തെ സന്തോഷം നിറഞ്ഞ ഏതെങ്കിലും ഒരു നിമിഷം ഓർത്തെടുക്കുക. എത്ര പഴയതായാലും കുഴപ്പമില്ല. രണ്ടാമത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ എവിടെയായിരുന്നു, അപ്പോഴത്തെ കാലാവസ്ഥ എന്തായിരുന്നു, കൂടെ ആരുണ്ടായിരുന്നു, എല്ലാം. അവസാനമായി, ആ നിമിഷം ഇപ്പോൾ ഈ നിമിഷം സംഭവിക്കുന്നതുപോലെ ഒന്നുകൂടി മനസ്സുകൊണ്ട് അനുഭവിക്കാൻ ശ്രമിക്കുക. ഈയൊരു ഉപമ ശരിക്കും ഗംഭീരമാണ്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ സന്തോഷ നിമിഷവും നമ്മുടെ ഒരു ഇന്റേണൽ സേവിങ്സ് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നത് പോലെയാണ്. എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത്, എപ്പോഴാണോ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുന്നത്, അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് ആ ഊർജം പിൻവലിച്ച് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ആനന്ദമെന്നു പറയുന്നത് വെറും ഒരു ഫീലിംഗ് അല്ല. അത് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു പ്രാക്ടിക്കൽ ടൂളാണ്, ഒരു പ്രത്യേകതരം ജ്ഞാനമാണ്. തീർച്ചയായും ആനന്ദം ഒരു പരിച പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ആനന്ദകരമായ ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ ജീവിതത്തിലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും
മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയൊന്നും നമ്മളെ അത്രയധികം ബാധിക്കില്ല. അത് നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചം പോലെ നിൽക്കും. പക്ഷേ ഈ സംരക്ഷണ കവചത്തെ ദുർബലമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വേർതിരിവ്, അഹംഭാവം, പ്രതികാരം, അത്യാഗ്രഹം, വിദ്വേഷം, ഭയം — ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ആനന്ദത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുന്ന ഡാമുകൾ പോലെയാണ്. ഇവ നമ്മുടെ ആ സേവിങ്സ് അക്കൗണ്ടിലെ നിക്ഷേപം പതിയെ പതിയെ ഇല്ലാതാക്കും. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആനന്ദം വെറുമൊരു വികാരമല്ല, അതൊരു പ്രത്യേകതരം ജ്ഞാനമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്ന, ശരിയായ തീരുമാനങ്ങളെടുക്കാൻ സഹായിക്കുന്ന ഒരു ആന്തരിക ശക്തി. അപ്പോ പോകുന്നതിനു മുൻപ് നമുക്കെല്ലാവർക്കും നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആനന്ദത്തിന്റെ ആ രഹസ്യനിധി എവിടെയാണ്? തുറക്കപ്പെടാനായി കാത്തിരിക്കുന്നത് എവിടെയാണ്? ഒരുപക്ഷേ നിങ്ങൾ മറന്നുപോയ ഏതെങ്കിലും ഒരു കുട്ടിക്കാലത്തെ ഓർമ്മയിലായിരിക്കാം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ചിരിച്ച ഒരു നിമിഷത്തിലായിരിക്കാം അത്. ആ നിധി കണ്ടെത്താനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും നിങ്ങൾ തയ്യാറാണോ?